ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കാലത്ത് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് 9 മണിയൊക്കെ ആകുമ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങി ആടിനെയൊക്കെ വിട്ട് കെട്ടി, പിന്നെ വെള്ളമൊക്കെ കാട്ടി ഇലയൊക്കെ കെട്ടി കൊടുത്ത് എല്ലാവർക്കും. അങ്ങനെ എല്ലാവരെയും ഓരോ അതാത് സ്ഥാനത്ത് കെട്ടി. പ്രസവിച്ച ആടിനെ ആദ്യം വെള്ളമൊക്കെ കാട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേറെ വെള്ളം ഇങ്ങനെ ചൂടാക്കിയിട്ട് ലൈറ്റായിട്ട് അധികം കട്ടിയില്ലാത്ത വെള്ളമാണ് കൊടുക്കുക കേട്ടോ, ഒരാഴ്ചയൊക്കെ. അപ്പോൾ ആടിന് ആദ്യം വെള്ളമൊക്കെ കൊടുത്ത് അതിന് ശേഷം മറ്റവരെയൊക്കെ വിട്ടതും വെള്ളം കട്ടിയതൊക്കെ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് കയറി ചോറിന് തീ കത്തിച്ച് വെള്ളം തിളച്ചപ്പോൾ അരി ഇട്ടു കേട്ടോ. അരി ഇട്ടിട്ട് പിന്നെ മീൻ നന്നാക്കായിരുന്നു. മീൻ നന്നാക്കി വന്നതിന് ശേഷം കറി റെഡിയാക്കിയിട്ടാ, തേങ്ങ അരച്ചിട്ട് ഉള്ള കറിയായിരുന്നു. അപ്പോൾ ആദ്യം മീൻ കായം പരട്ടി, മീൻ കായം പരട്ടിയതിന് ശേഷം ആ ചട്ടിയിൽ തന്നെ കറി റെഡിയാക്കി. തക്കാളി പച്ചമുളകും വേപ്പിലയൊക്കെ ഇട്ട് തേങ്ങ അരച്ചതും ചേർത്ത് പുളി ആദ്യം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുളി കുതിർന്നുണ്ടായിരുന്നു. പുളിയും പിഴിഞ്ഞൊഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കറി റെഡിയാക്കി. പിന്നെ ചോറ് വെന്താൻ നോക്കുമ്പോഴേക്ക് ചോറ് വെന്തിക്കണം കേട്ടോ. അപ്പോൾ ചോറ് ഇറക്കി വെച്ച് അടുപ്പത്ത് തന്നെ കറി ചട്ടി വെച്ചിട്ടാ. പിന്നെ കറി കിടന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് ചോറ് ഊറ്റി, പിന്നെ കറി തിളച്ചതിന് ശേഷം മീനിട്ട് കൊടുത്ത്, മീനിട്ടിട്ട് കറി വേവണ സമയം കൊണ്ട് ചോറൂറ്റലും കഴിഞ്ഞ്, പിന്നെ കറി കിടന്ന് വേവണ സമയം കൊണ്ട് പോയിട്ട് ഉമ്മറം തുടച്ച് വന്നിട്ട്, ഉമ്മറം തുടച്ച് വന്നതിന് ശേഷം വന്നപ്പോഴേക്ക് കറി വെന്തപ്പോൾ അടുപ്പത്ത് വറവിട്ടിട്ടാ. അടുപ്പത്ത് തന്നെ ചീനച്ചട്ടി വെച്ചിട്ട് വറവിട്ട്, പിന്നെ വറവിട്ട ചട്ടിയിൽ തന്നെ മീനും വറുത്തിട്ടാ. അടുപ്പത്ത് തന്നെ മീനും വറുത്ത്, മീൻ വറുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാത്രം കഴുകാണ്ടായിരുന്നു. അപ്പോൾ പാത്രം കഴുകി അകങ്ങളൊക്കെ അകങ്ങളും തുടക്കൽ കഴിച്ച്, പിന്നെ മീനും വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, പാത്രവും കഴുകി. പിന്നെ അതിനോടൊപ്പം തന്നെ ഞാനൊരു കട്ടൻ ചായയും കുടിച്ചിട്ട്, അപ്പോഴേക്ക് 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ടൻ ചായയും കുടിച്ച്, മീൻ വറുത്താകുമ്പോഴേക്ക് അപ്പോൾ ചായയും കൂടി കഴിഞ്ഞ് പാത്രം കഴുകലും കഴിഞ്ഞ് മീനും വറുത്തിട്ട് മാറ്റി വെച്ച്, പിന്നെ അതൊക്കെ കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി ആട്ടുംകൂട് വൃത്തിയാക്കിയിട്ട്. എന്നാലേ വല്ലാതെ വൃത്തിയാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അത് പ്രസവിച്ച കാരണം അധികം സമയം കിട്ടിയില്ല നന്നായി വൃത്തിയാക്കാം. അപ്പോൾ ഇന്ന് നന്നായിട്ട് വൃത്തിയാക്കി. പിന്നെ കൂടിൻ്റെ ചുറ്റുഭാഗവും ഇന്നലെ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കൂടിൻ്റെ ചുറ്റുഭാഗവും അടിച്ചു വാരി തീയിട്ടിട്ടാ. തീയിടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം അടിച്ചു വാരാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് മുഴുവനും അടിച്ചു വാരിയില്ല, കുറച്ച് സ്ഥലമൊക്കെ അടിച്ചു വാരിയിട്ട് തീയിട്ട്, പിന്നെ ഇലയൊക്കെ കെട്ടി റെഡിയാക്കി. അപ്പോഴേക്കും ഉച്ചയായിട്ടോ. ഉച്ചക്കലത്തെ വെള്ളമൊക്കെ കാട്ടി എല്ലാവരെയും കൂട്ടിലാക്കിയിട്ടാ. ഇനിയും പണികളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത് മുഴുവനും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. വിറക് വലിത്തിടൽ അങ്ങനെയുള്ള പണികളൊക്കെ വേറെയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ എല്ലാവരും തുടർന്ന് കാണണം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കണം കേട്ടോ.